ഒരിക്കൽ ഒരാൾ ഒരു ഗ്രാമത്തിലേക്ക് പുതുതായി താമസം മാറി വന്നു. അയാൾ ഗ്രാമത്തിലുള്ളവർക്ക് തന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ആശ്ചര്യപ്പെട്ടു. അയാൾ ഗ്രാമത്തിലെ ആളുകളെ സഹായിക്കുന്ന ഒരു ഗുരുവിന്റെ അടുത്തെത്തി അവരോട് ചോദിച്ചു, ഈ ഗ്രാമത്തിൽ ഉള്ള ആളുകൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടെയുള്ള ആളുകൾ നല്ലവരാണോ? അപ്പോൾ ഗുരു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഇതുവരെ താമസിച്ച ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയായിരുന്നു? വൃത്തികെട്ടവരും അത്യാഗ്രഹികളും ഉണ്ടായിരുന്നു അവിടെ. അവർ കലഹിച്ചും തട്ടിപ്പറിച്ചും മോഷ്ടിച്ചും ജീവിച്ചു. അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഗുരു മറുപടി പറഞ്ഞു, ഈ ഗ്രാമത്തിൽ ഉള്ളവരും അത്തരത്തിലുള്ള ആളുകളാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇതുപോലെ മറ്റൊരാൾ ഗുരുവിനെ കാണാൻ എത്തി ഇതേ ചോദ്യം ആവർത്തിച്ചു. ഗുരു അയാളോടും അവർ ഇതുവരെ താമസിച്ച സ്ഥലത്തെക്കുറിച്ച് അന്വേഷിച്ചു. അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന നഗരത്തിലെ ആളുകൾ വളരെ നല്ലവരും പരസ്പരം സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അവിടെ താമസിച്ചത്. അപ്പോൾ ഗുരു പതിയെ പറഞ്ഞു, ഇവിടെയുള്ളവരും അത്തരത്തിൽ ഉള്ള ആളുകളാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ നോക്കിയാൽ നല്ലതും ചീത്തയും കാണാം. അത് ചിലയിടത്ത് കൂടുതലും കുറവും അനുഭവപ്പെടാം. നമ്മൾ നോക്കിക്കാണുന്നതുപോലെയാണ് അത് അനുഭവപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരിലെ നല്ലതു കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന അനുഭവങ്ങളും അത്തരത്തിൽ ഉള്ളതാവും. എന്നാൽ നമ്മൾ മറ്റുള്ളവരിലെ കുറ്റം മാത്രം കണ്ടുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതും മോശം അനുഭവങ്ങൾ മാത്രമായിരിക്കും. ആളുകളിലെ വൃത്തികെട്ടതും അത്യാഗ്രഹവും നിറഞ്ഞ ഒരു ഭാഗം മാത്രം കാണുമ്പോൾ അവരിലെ നന്മയുടെ ഭാഗം നമ്മൾ അറിയാതെ പോകുന്നു. ലോകത്തിന് നിങ്ങൾ എന്ത് നൽകുന്നു അതുതന്നെ തിരിച്ചും ലഭിക്കുന്നു. ലോകത്തിൽ നിങ്ങൾ പ്രത്യാശയും നല്ലതും സ്നേഹവും കാണുകയാണെങ്കിൽ നിങ്ങൾക്കും അതെല്ലാം തിരിച്ചു നൽകപ്പെടുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ പഴഞ്ചൊല്ലുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, വിതച്ചതേ കൊയ്യൂ. നമ്മൾ ലോകത്തിനു വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് തിരിച്ചുവരും. അത് ഏതു വിധത്തിൽ വേണമെന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ലോകത്തിന് മുഴുവൻ സ്നേഹപ്രകാശമായി നിറഞ്ഞു നിൽക്കാൻ എല്ലാവർക്കും അവസരവും അറിവും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.